ഫ്രണ്ട്സ്, എന്നാൽ വെറുതെ കുത്തിയിരിക്കാതെ ഒന്ന് കറങ്ങിയിട്ട് വന്നാലോ? അപ്പോൾ വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ. ദിയ വണ്ടിയിൽ നിന്ന് ജസ്റ്റ് ഒരുങ്ങുന്നുണ്ട്. ഞാനാണ് ഡ്രൈവർ. അല്ലു ചില്ലടിച്ച് ഫ്രണ്ടിൽ കയറി ഇരിപ്പുണ്ട്. ഉമ്മ ഉണ്ട്, ഫറു ഉണ്ട്, ദിയ, മക്കൾ. അങ്ങനെ ഞങ്ങൾ വെച്ച് പിടിച്ചിരിക്കുന്നത് പാവനാശത്തോട്ടാണ്. ഞങ്ങളുടെ ഒരു സ്ഥിരം സ്പോട്ടാണ്. അങ്ങനെ കറങ്ങാൻ തോന്നുവാണെങ്കിൽ ചാടി ഇറങ്ങുന്നത് അങ്ങോട്ടേക്കായിരിക്കും. കാരണമുണ്ട്, അവിടെ ബ്രദറുണ്ട്. അപ്പം നമ്മുടെ ദിയ അവിടെ നിന്ന് ഒരുങ്ങുന്നതേ ഉള്ളൂ. അവളും വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഒരുങ്ങാനൊന്നും സമയം കിട്ടിയില്ല. ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചതായിരുന്നു. അങ്ങനെ വണ്ടിയിലിരുന്ന് തന്നെ ഒരുങ്ങുകയാണ്. എൻ്റെ ഫറുവിൻ്റെ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്ഥിരം വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രദറിന് ഇവിടെ ഷെബിക്ക് ഇവിടെ ഒരു റിസോർട്ടുണ്ട്. അപ്പോഴത്തേക്ക് അവനെയും കാണാം, ഒരു പടിക്ക് രണ്ട് പക്ഷി. ജസ്റ്റ് ഒന്ന് കറങ്ങിയതും ആവും. ഇവിടെ ആകുമ്പോൾ കടലൊക്കെ കണ്ട് കാറ്റും കൊണ്ട് ഒരു കപ്പലിലേക്കൊക്കെ ചവച്ചിരിക്കാമല്ലോ. അപ്പോൾ കൂടെ കൂടെ ഇങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ദൂരോട്ടൊന്നും അധികം പോകാറൊന്നുമില്ല. ഞാനും ഉമ്മ, ഞാൻ ഫറു, ഉമ്മ, അങ്ങനെയൊക്കെ ഞങ്ങൾ പിന്നെ ഇത്തായി മക്കളുമൊക്കെ ആയിട്ട്. അപ്പോൾ എപ്പോഴാണെങ്കിലും ആരാണെങ്കിലും എപ്പോഴാണെങ്കിലും പോയാൽ ഇതായിരിക്കും ഞങ്ങളുടെ മെയിൻ സ്പോട്ട്. പിന്നെ ഈ ഹെലിപ്പാഡല്ലാതെ പിന്നെ അവിടെ വേറെ ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ പോണത്. എല്ലാം വർക്കല ബേസ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ്. ദൂരോട്ടൊന്നും അങ്ങനെ അധികം പോകാറില്ല. ഇതാകുമ്പോൾ എളുപ്പമാണല്ലോ. അങ്ങനെ വലിയ ലോങ് ട്രിപ്പൊന്നും പോകാനുള്ളൊരു ആരോഗ്യസ്ഥിതിയൊന്നും ഇല്ല. അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് പോയതും ആവും. ജസ്റ്റ് വീട്ടിലിങ്ങനെ നിന്നിട്ട് ബോറടിക്കുമ്പോഴത്തേക്ക് അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇവിടെ വന്ന് കുറേ നേരമൊക്കെ പറ്റിയടിച്ച് കുത്തിയിരുന്ന് കടലൊക്കെ കണ്ട് നിന്ന്. അപ്പോൾ ഷെരീഫ് കപ്പലിൻ്റെയൊക്കെ മേടിച്ച് തന്നു. അവനാണ് എപ്പോൾ പുറത്തിറങ്ങിയാലും ട്രീറ്റ്. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം അവനെ വിളിക്കും, ഞങ്ങൾ വരട്ടോ. കാര്യം അവൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഞങ്ങൾ പോകും, അല്ലെങ്കിൽ വെറുതെ പോയി കറങ്ങിയിട്ട് തിരിച്ച് വരേണ്ടി വരും. അപ്പോൾ അവൻ ആദ്യമേ വിളിച്ചു. അപ്പോൾ അവൻ ആദ്യം ഒന്ന് വേണ്ടാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫറു പറഞ്ഞു, എന്നാൽ പിന്നെ പോയത് തന്നെ കാര്യമുള്ള, വേണ്ടാന്ന് പറയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു. അങ്ങനെ അവൻ എന്താണ് വേണ്ടാന്ന് പറഞ്ഞതെന്ന് അറിയാനായിട്ട് ഞങ്ങൾ അപ്പം തന്നെ ഇറങ്ങി. അതുകൊണ്ട് അവനിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കണം, ഞങ്ങളിനി എന്താണ് അവനെ കൊണ്ട് ചെയ്യിക്കുന്നതെന്ന്. അല്ലുണ്ട്, ആരെ കൊണ്ടുവേണമെങ്കിലും ട്രീറ്റ് ചെയ്യിപ്പിക്കുക, രണ്ടുപേരും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് അവനെ കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ സമ്മതിപ്പിച്ചു. അവനെയും കൊണ്ട് ഞങ്ങൾ പോവുകയാണ് ഗൈസ്, ഞങ്ങൾ പോവുകയാണ്. അവൻ്റെ ഹോം സ്റ്റേയുടെ അടുത്തോട്ടാണ് പോണത്. ഇവിടെയൊക്കെ പോകേണ്ട ഈ മണ്ണിടിച്ചിലൊക്കെ ആയിട്ട് നോ പാർക്കിങ് റെസ്ട്രിക്ഷൻസ് ആളുകളൊക്കെ വരെ ഇപ്പോൾ ഭയങ്കര പ്രശ്നങ്ങൾ. ഇവിടെ നിറ കെട്ടിയും കയറൊക്കെ കെട്ടി എല്ലാം ആക്കി ഇട്ടിരിക്കുന്നത്. അപ്പോൾ മുമ്പൊക്കെ വരുമ്പോൾ നമുക്ക് ജോലി അടിച്ച് ഓടിച്ചാടി നടക്കാമായിരുന്നു. ഇപ്പോൾ അത്രയ്ക്കൊരിതില്ല. അതുകൊണ്ട് മഴയൊക്കെ ആയിട്ട് കുറച്ചാൾ പോക്കുമില്ലായിരുന്നു. പിന്നെ അങ്ങനെ കുത്തിയിരുന്നപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ, അവൻ ചോദിച്ചിട്ടൊക്കെയാണ് പോയത്. അപ്പം വരണ്ടാന്നാണ് ആദ്യം പറഞ്ഞത്. ഇതൊക്കെ തന്നെ കാര്യം. ഇവിടെ ഇപ്പോൾ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ആളുകളൊക്കെ അങ്ങോട്ട് വരുത്തുന്നതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ദിയായും ക്യാമറയും പൊക്കി പിടിച്ച് നടക്കുകയാണ്. ക്യാമറയല്ല, ഫോൺ തന്നെ വീഡിയോ. അവൾക്ക് കൊണ്ടൊരു കുഞ്ഞ് ചാനൽ. അങ്ങനെ പിന്നെ അവൻ സമ്മതിച്ച്, അവൻ ട്രീറ്റ് ചെയ്യാൻ സമ്മതിച്ച്. നേരെ അവൻ്റെ ഹോം സ്റ്റേയുടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ നിന്നാണ് ഫുഡ് വാങ്ങിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് മുന്നേ ഒക്കെ ഉള്ള സമയത്ത് അവരെ കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങൾ പോയിട്ട് അവിടെ നിന്നൊരു ഫിഷിൻ്റെ ഒരു സംഭവമൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. അതിങ്ങനെ ഗ്രില്ല് ചെയ്ത എന്തോ ആണ് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, മീൻ ഫ്രഷായിട്ട് കൊണ്ടുള്ളത്. അപ്പം നമുക്കത് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പം രണ്ടിൻ്റെയും കൂടെ, അത് കുക്ക് ചെയ്യുന്നതിൻ്റെയും ഫിഷിൻ്റെയും കൂടെ ആയിട്ട് റേറ്റ് അത് പറയാൻ കൊടുക്കും. അപ്പം ഇതിപ്പം അപ്സ്റ്റെയറാണ്. കയറിയപ്പോൾ ഞാനവിടെ ജസ്റ്റ് ഒന്ന് വീണിട്ടുണ്ട്. വീഡിയോ എടുക്കാനായിട്ട് ഞാനിങ്ങനെ സ്ലോ മോഷന് നടക്കാൻ പോയതാണ്. തലകുത്തി വീഴായിരുന്നു ആരുടെയോ ഭാഗ്യം. അങ്ങനെ എന്തായാലും അവിടെ ചെന്നിട്ട് അവിടെ ഇരുന്നപ്പോഴാണ് എന്തൊരു വേണമെന്നൊക്കെ ചോദിച്ചപ്പം ഓരോന്നോരോന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ പിസ്സയിലേക്ക് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് പിന്നെ ഒരു വാട്ടർമെലനും ഒരു ലെമൺ ജ്യൂസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച് പിള്ളേർക്ക് എന്തൊക്കെ കൊടുത്ത് കൊച്ചുങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് ഇരിക്കണം. ദിയ അവിടെ ഒരു സൈഡ് ഒതുങ്ങിയിരുന്ന് അവളുടെ ചാനലിലേക്ക് വീഡിയോ എടുക്കുന്നു. ഞാനവിടെ നടന്നും ഇരുന്നും ഒക്കെ വീഡിയോ എടുക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ മോൻ അവിടെ ഇരുന്ന് കയ്യിലൊക്കെ നല്ല ഞവയപ്പായിരുന്നു. അവനാണെങ്കിൽ തറയിൽ ഇറങ്ങിക്കൊള്ളാൻ വയ്യ. അപ്പം ഓരോ നേരം ആരുടെയും കൈ മാറി ഒക്കെ എടുത്തിട്ട് ഞാനിപ്പോൾ അല്ലുൻ്റെ കൊടുത്തിട്ടാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഞാനെടുക്കും. അവനെ തറയിൽ ഇറക്കി വിടണം.
അവനവിടെയൊക്കെ കണ്ടപ്പോൾ കൊള്ളാം നല്ല, പക്ഷേ ഇറക്കി വിടാൻ പറ്റിയ ഒരു സാഹചര്യമല്ല. അവിടെ എന്താണ് അപ്സ്റ്റെയർ അല്ലേ, അപ്പം അവിടെ വലിയൊരു സേഫ്റ്റിയൊന്നുമില്ല. താഴെ പോവാൻ അത് മതി. അങ്ങനെ കയ്യിലെങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് വെച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. പിന്നെ അപ്പുക്കുട്ടി അവിടെയൊക്കെ തുള്ളിച്ചാടി നടന്നു. അവൾ പിന്നെ ഇച്ചിരി ഒരു ഇതൊക്കെ ആയതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല, അറിയാം നോക്കി കണ്ടൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ മോനങ്ങനെയല്ല, പിന്നെ ജ്യൂസൊക്കെ വന്ന് ഞങ്ങൾ ഇത്തിരി അവർക്ക് കൊടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അവൻ ആ സ്ട്രോ ചെയ്ത് വെച്ച് അത് പിടിച്ച് ഞാൻ അവിടെ ചവച്ച്, പിന്നെ ഒരു നാരങ്ങ കട്ട് ചെയ്ത് അതിൻ്റെ പീസെടുത്ത് കൊടുത്ത് നല്ല പുളിച്ച് കയറിയിട്ടുണ്ട്. പിന്നെ ജ്യൂസൊക്കെ കൊടുത്ത് കുടിച്ചൊന്നുമില്ല, വേണ്ട അതൊക്കെ ചെറിഞ്ഞ് കളഞ്ഞു. പിന്നെ അതാണ്ട് പിസ്സ വന്നിട്ടുണ്ട്, അടിപൊളിയായിരുന്നു. ഞാൻ കഴിച്ചതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതേ ഉള്ളൂ. ഞാൻ 3 പ്രാവശ്യമായിട്ടല്ല ഫുൾ മൊത്തത്തിൽ കഴിച്ചിട്ടുള്ളൂ. ഒന്നിതുപോലെ ഇവിടെ നിന്ന് തന്നെ, ഇവിടെ എനിക്കറിയാൻ ഈ ബീച്ച് ഏരിയയിൽ നിന്ന് എവിടെ നിന്നോ വാങ്ങിക്കൊണ്ടിരിക്കുക വീട്ടിൽ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അതൊട്ടും കൊള്ളില്ലായിരുന്നു. പിന്നെ ഒരിക്കൽ ഇപ്പം നമ്മൾ ലുലുവിൽ പോയപ്പോൾ അവിടെ നിന്ന് അതും ഷെബിയുടെ ട്രീറ്റ് തന്നെയായിരുന്നു, അതും കൊള്ളത്തില്ലായിരുന്നു. അതെങ്ങനെയെങ്കിലുമാണ് കഴിച്ചു തീർത്തത്. പക്ഷേ ഇത് സംഭവം സൂപ്പറായിരുന്നു. ഞങ്ങൾ ആദ്യം വീട്ടിൽ കൊണ്ടുവന്നതിൻ്റെ ആ ഒരു ഓർമ്മയിൽ 1 മതിയെന്നാണ് പറഞ്ഞപ്പം അവനെന്തായാലും പോട്ടെന്ന് പറഞ്ഞ് 2 വാങ്ങിച്ചു. പക്ഷേ സൂപ്പറായിരുന്നു, കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് മക്കളെൻ്റെ ഇവിടെ കൊണ്ടെടുത്ത് വീഡിയോ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ആനിക്കുട്ടനെ എപ്പോഴും ആത്തുകൂട്ടിയ കടിക്കണം, മുത്തണം, കൂടെ ഓരോ നടിയൊക്കെ കൊടുക്കും. അവനാളിച്ചിരി കുറുമ്പനാണ്. അപ്പോൾ അവളടുത്ത് ഭയങ്കര കാര്യമാണ്. അങ്ങനെ അവരവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ അവൾക്ക് ഓരോ തട്ടുമുട്ടൊക്കെ കിട്ടുന്നുമുണ്ട്. പിന്നെ അപ്പം തന്നെ പെട്ടെന്നങ്ങ് ഇരുട്ടി. പിന്നെ ഇവിടെ നമുക്ക് പോകാൻ വീട്ടിലടുത്താണെങ്കിൽ നിന്നാൽ നല്ല തിരക്ക് കാണും. ഇവിടെ നിന്ന് മെയിൻ ബീച്ചിൽ നിന്ന് നമ്മൾ റോഡിലോട്ട് നമ്മൾ വഴിയിലോട്ട് വരാനൊക്കെ ആയിട്ട്. അതൊക്കെ കൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. നല്ല കാണാനൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല, ഇപ്പോഴത്തെ പിള്ളേർ പറയുന്നതൊക്കെ നല്ല വൈബാണ്. നമ്മളൊക്കെ പഴയ ഓൾഡ് ജനറേഷനായിപ്പോയി. അപ്പോൾ ഇറങ്ങില്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. ബൈ.